അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവൻ സർവഭൂവാസികളെ നാസ്തിയായി എണ്ണുന്നു, സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു. അവന്റെ കൈ തടുപ്പാനോ നീ എന്തു ചെയ്യുന്നുവെന്ന് അവനോട് ചോദിപ്പാനോ ആർക്കും കഴിയില്ല എന്ന് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുകയാണ്. ലേരിയ ദാനിയേൽ പ്രവാചകന്റെ ഈ അധ്യായം അല്ലെങ്കിൽ ഈ പുസ്തകം, ഈ പ്രവചന സന്ദേശങ്ങളൊക്കെ എന്ന് പറയുന്നത് വളരെ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതാണ്. രാജാവിന്റെ രണ്ടാമത്തെ ദർശനം തുടർന്ന് ആ ദർശനത്തെ ദാനിയേൽ ആ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതും തുടർന്ന് ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ഇവിടെ വർണ്ണിക്കുന്നതും നാം ദൈവമായുള്ള ആ ബന്ധം സ്ഥാപിക്കുമ്പോൾ ദൈവം നമ്മോട് കരുതുന്നതും തുടർന്ന് അതിനകത്തൊരു പ്രാർത്ഥനയുമായിട്ടാണ് ഈ വചനത്തിന്റെ ചില വ്യാഖ്യാനങ്ങളിൽ ഞാൻ കാണാൻ കഴിഞ്ഞത്. പ്രൈസലോ. ഈ വചനത്തിൽ ഒരുപാട് ചിന്തകൾ നമ്മൾ വായിക്കുകയും കേൾക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിന്റെ ആ ഭാഗത്തേക്കൊന്നും കടന്നു പോകുന്നില്ല. ഈ വചനം പഠിച്ചപ്പോൾ ബന്ധമായി മറ്റൊരു ഭാഗത്തുനിന്ന് കിട്ടിയ ചില ദൈവിക ചിന്തകളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അവൻ സർവഭൂവാസികളെ നാസ്തിയായി എണ്ണുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. യഹോവയുടെ വഴിയിൽ ദിവസേന നിങ്ങളെ നടത്തുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുക. യഹോവയുടെ വഴിയിൽ നിങ്ങളെ ദിവസവും നടത്തുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. സമാധാനത്തിന്റെ പാതയിൽ നിങ്ങളെ നടത്തുവാൻ ദൈവശക്തനാണ്. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം കർത്താവിന്റെ വഴിയും കർത്താവിന്റെ ഇഷ്ടവും ഒന്ന് തന്നെയാണ്. കർത്താവിന്റെ വഴിയും കർത്താവിന്റെ ഇഷ്ടവും ഒന്ന് തന്നെയാണ്. മനുഷ്യന്റെ വഴിയും മനുഷ്യന്റെ ഇഷ്ടവും രണ്ടും രണ്ടാണ്. ദൈവത്തിനെല്ലാം ഒറ്റ വഴിയാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ അത് മനസ്സിലാകുവാൻ ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ നിങ്ങൾ ശരിയായ രീതിയിൽ ദൈവവചനം വായിച്ച് ധ്യാനിച്ച് ദൈവത്തോട് വചനത്തിന്റെ അർത്ഥങ്ങൾ വ്യാഖ്യാനിക്കുവാൻ, അത് മനസ്സിലാക്കുവാൻ, അതിന്റെ മർമ്മങ്ങളെ മനസ്സിലാക്കി തരുവാൻ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സഹായകനായി കൂട്ടത്തിൽ പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. കാരണം ഒരു ദിവസം കർത്താവ് പത്രോസിനോട് പറഞ്ഞു. ഹല്ലേലൂയ. അത് വളരെ ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായമൊക്കെ വായിക്കുമ്പോഴാണ് കാണാൻ കഴിയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു: ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളയിടത്ത് നടന്നു. വയസ്സായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഈ ഒരു ഭാഗം വളരെ ശ്രദ്ധേയമായി പഠിക്കുമ്പോൾ നമ്മളൊരു പക്ഷേ നമ്മളെക്കുറിച്ചുള്ള പ്രവചനം ഇങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ വായിച്ച് മനസ്സിലാക്കാത്തതുകൊണ്ട് എന്താണ് അവിടെ പറയുന്നത്? ലഡി. കാരണം യൗവന കാലത്ത് പത്രോസ് തന്റെ ഇഷ്ടപ്രകാരം ജീവിച്ചു. ഹല്ലേലൂയ. എന്നാൽ അവൻ വയസ്സനായ ശേഷം, ഹല്ലേലൂയ, അവന്റെ വഴി ഏതാണെന്ന് അവൻ അറിയില്ലെങ്കിലും ആ വഴിയെക്കുറിച്ചും പത്രോസിന്റെ രക്തസാക്ഷിത്വ മരണത്തെക്കുറിച്ചും കർത്താവിന്റെ രേഖപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, അല്ലെങ്കിൽ നാം വചനം യൗവന കാലത്ത് പത്രോസ് തന്റെ ഇഷ്ടപ്രകാരം നടന്ന് ആമീൻ കർത്താവിനെ അറിയാതെ നടന്നെങ്കിലും, കർത്താവുമായി ബന്ധമില്ലാതെങ്കിലും ദൈവസന്നിധിയിലേക്ക് പത്രോസ് ചേർക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ, കർത്താവിന്റെ ശിഷ്യനായി മാറിക്കഴിഞ്ഞപ്പോൾ പത്രോസിലൂടെ ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യുവാനുണ്ടെന്നുള്ളതും, പത്രോസ് കർത്താവിന്റെ നാമത്തെ ഉയർത്തുമ്പോൾ അത് പത്രോസിന് അവസാനം ഒരു രക്തസാക്ഷിത്വ മരണത്തിൽ ചെന്ന് അവസാനിക്കുന്ന ഇതുമായ കാര്യങ്ങളെ യേശുക്രിസ്തു വെളിപ്പെടുത്തി കൊടുത്ത സന്ദേശങ്ങൾ വായിക്കുമ്പോൾ നാം കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി അവന്റെ കഠിനമായ അല്ലെങ്കിൽ കർത്തവ്യബോധത്തിലേക്ക്, കഠിനമായ എന്നൊക്കെ പറയാൻ കർത്താവ് കഠിനമായി നമ്മൾ ഇടപെടുന്നല്ല, ദൈവം നമുക്കൊരു കർത്തവ്യബോധത്തിൽ ചിലതൊക്കെ നമ്മൾ കഠിനമായ നിലപാടൊക്കെ സ്വീകരിക്കേണ്ടി വരും. അങ്ങനെയുള്ള കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യബോധത്തിൽ നാം പിന്തിരിഞ്ഞു പോകാതെ
നമ്മുടെ ജീവിതാവസാനത്തെക്കുറിച്ച് കർത്താവിന് നല്ലൊരു കണക്കൂട്ടലുള്ളത് കൊണ്ട് നാം ആ വഴിയിലൂടെ മാത്രമേ യാത്ര ചെയ്യാവുള്ളൂ. പ്രൈസലോ. പത്രോസിനോട് ഈ മുന്നറിയിപ്പ് കൊടുത്തിട്ടും പത്രോസ് ഒരിക്കലും അതിനകത്ത് ചഞ്ചലപ്പെട്ടു പോകാതെ, ഭാരപ്പെട്ടു പോകാതെ ദൈവ ഇഷ്ടത്തിന് വേണ്ടി മാത്രം ജീവിച്ചവന് രക്തം ചെയ്യാൻ കർത്താവ് കൂടെയുണ്ട് എന്നുള്ള ആ വിശ്വാസത്തിന്റെ ഉറപ്പുള്ള തീഷ്ണത പത്രോസിൽ നിലനിന്നിരുന്നു. രക്തം ചെയ്യാൻ ഇന്ന് പകരം ഈ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ശ്രോതാവിൽ നാം കർത്താവ് യേശുക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ ആദിമസഭ നേരിട്ടതുപോലെയുള്ള പീഡനങ്ങൾ ഈ കാലഘട്ടത്തിലും ലോകമെമ്പാടും ക്രൈസ്തവർക്ക് നേരെ വ്യാപിക്കുമ്പോൾ നമ്മൾ അതിനകത്തൊന്നും ചഞ്ചലപ്പെട്ടു പോകണ്ട. ഹല്ലേലൂയ. കാലത്തിന്റെ അവസാന നാളുകളിലേക്ക് വരുമ്പോൾ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമാകുന്ന ഈ കാലഘട്ടത്തിൽ വലിയൊരു ഉണർവ് ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. ആ ഉണർവിന്റെ കാലഘട്ടത്തിലേക്ക് ദൈവസഭകൾ വന്നു കഴിഞ്ഞപ്പോഴാണ് നാനാ ഭാഗത്തുനിന്ന് എതിർപ്പുകൾ വന്നത്. പ്രൈസലോ. എന്താണ്? സാത്താൻ എല്ലാവരെയും പ്രലോഭനം കൊടുത്തു. സാത്താൻ പ്രലോഭനം കൊടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു പെന്തക്കോസ്തിന്റെ അല്ലെങ്കിൽ ദൈവസഭയുടെ അല്ലെങ്കിൽ വേർപെട്ട കൂട്ടത്തിന്റെ വലിയൊരു ഉണർവുണ്ടായാൽ സാത്താന്റെ അനുയായികളായി പ്രവർത്തിക്കുന്നവർക്ക് വലിയ നാശമുണ്ടാകും എന്ന് അവർ സ്വമേധയെ കണക്കുകൂട്ടിയതുകൊണ്ടാണ് ക്രൈസ്തവ പീഡനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസലോ. ക്രൈസ്തവ പീഡനം വർദ്ധിക്കുമ്പോൾ നിങ്ങൾ ഭാരപ്പെട്ടു പോകണ്ട. ഇതെല്ലാം ഒരു ഈറ്റുനോവിന്റെ ആരംഭമാണെന്ന് മനസ്സിലാക്കി നാം കർത്താവിന് സമർപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. നമ്മുടെ ഏതു വഴിയിലും ദൈവസാന്നിധ്യം ഉണ്ടായിരിക്കണം. നീ കടന്നു പോകുന്ന ഏത് വഴിയിലും, നീ സഞ്ചരിക്കുന്ന ഏത് മാർഗത്തിലും ആമീൻ, ദൈവം നിന്നോട് കൂടെയുണ്ട്. നിനക്ക് ആലോചന പറഞ്ഞു തരുവാൻ പരിശുദ്ധാത്മാവ് കൂടെയുണ്ടെന്ന് നിനക്ക് ഉറപ്പുണ്ടായിരിക്കണം. രക്തം ചെയ്യും. നമ്മൾ നമ്മുടെ സ്വന്തം വഴിയിലൂടെ യാത്ര ചെയ്യരുത്. നമ്മുടെ സ്വന്തം വഴിയിലൂടെ, നാം തിരഞ്ഞെടുക്കുന്ന വഴിയിലൂടെ, മറ്റൊരാൾ കാണിച്ചു തരുന്ന വഴിയിലൂടെ ഒക്കെ നമ്മൾ പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ, അത് നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ ഒരു നിമിഷം നമ്മൾ കർത്താവോട് ചോദിക്കണം, കർത്താവേ, ഈ വഴി അങ്ങേക്ക് ഇഷ്ടമാണോ? ഈ വഴി ഞാൻ യാത്രയ്ക്ക് തിരഞ്ഞെടുക്കാമോ? ഈ വഴിയിൽ അങ്ങ് എൻ്റെ കൂടെ കാണുമോ എന്ന് നമ്മൾ ദൈവത്തോട് ഒരു ആലോചന ചോദിക്കുവാൻ, ദൈവത്തിൽ അല്പം ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവവചനങ്ങളൊക്കെ ഒന്ന് പഠിക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം തന്റെ മക്കളെ ഒരിക്കലും അപകടത്തിലേക്ക് തള്ളിയിടത്തില്ല. അപകടത്തിലേക്കും വലിയ കിടങ്ങിലേക്കും വലിയ ഗർത്തത്തിലേക്കൊന്നും ദൈവം തന്റെ സഭയെ തള്ളിയിടില്ല. ഹല്ലേലൂയ. ദൈവം തന്റെ സഭയെ കണ്ണിലെ കൃഷ്ണമണിയെ പോലെ സൂക്ഷിക്കുന്നത്. ഹല്ലേലൂയ. അപ്പം ദൈവമക്കളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് വലിയ ഉത്തരവാദിത്വം നമ്മുടെ കർത്താവുണ്ടെന്ന് ചിന്തിച്ചോണം. ഹല്ലേലൂയ. നമ്മുടെ വഴികൾ എപ്പോഴും ശ്രേഷ്ഠമായിരിക്കണം. പത്രോസിന്റെ ജീവിതയാത്രയിൽ പത്രോസിന്റെ വഴിയിലൂടെ എല്ലാം കർത്താവ് കൂടെ ഇരുന്നു. ദാനിയേൽ പ്രവാചകൻ ഇവിടെ ബാബിലോണിൽ പ്രവാസത്തിലായിരുന്നെങ്കിലും തന്റെ ചെറുപ്രായത്തിൽ തന്നെ ദാനിയേലിനെയും ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോയൊക്കെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയതാണ്. എന്നാൽ ദാനിയേലിലേക്ക് വാർദ്ധക്യ കാലഘട്ടത്തിലും, ഹല്ലേലൂയ, കാരണം പ്രവാസകാലം എന്ന് പറയുന്നത് 70 വർഷമാണ്. അപ്പം ദാനിയേലിനൊക്കെ നല്ല വയസ്സായി. ഈ വാർദ്ധക്യ സമയത്തും ദൈവം തന്നോട് കൂടെയുണ്ട്, ദൈവം തന്റെ വഴിയിലുണ്ട്, ദൈവം താൻ ചെയ്യുന്ന പ്രവൃത്തി മേഖലയിലുണ്ടെന്നൊക്കെ ദാനിയേലും മനസ്സിലാക്കി. കാരണം ബാബിലോണി രാജാക്കന്മാർ കണ്ട ദർശനങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ബാബേലിലെ മന്ത്രവാദികൾക്കും അവിടുത്തെ ഉന്നത നിലയിലുള്ളവർക്കും ഒന്നും വെളിപ്പെടുത്തി കൊടുക്കുവാൻ കഴിയാതെ വന്നപ്പോഴാണ് പ്രവാസികളായി ചെന്ന ദാനിയേല് രാജാവിന്റെ സ്വപ്നം വ്യാഖ്യാനിക്കുന്നത്. പ്രൈസലോ. അപ്പൊ ദൈവം അവരുടെ വഴിയിൽ, അവരുടെ ജീവിതത്തിൽ ദാനിയേലിന്റെ സ്തോത്രം എല്ലാ പ്രവൃത്തി മേഖലയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ദാനിയേൽ ആ സ്വപ്നങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രക്തം ചെയ്യും. ഇന്നത്തെ കാലഘട്ടം നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമ്മളുടെ വഴിയിൽ യേശു ഉണ്ടോ? നമ്മുടെ കൂടെ യേശു ഉണ്ടോ? നമ്മുടെ നടത്തിപ്പുകളിൽ യേശു ഉണ്ടോ? നമ്മുടെ സംസാരത്തിലും നമ്മുടെ നോട്ടത്തിലും നമ്മുടെ ചിന്തയിലും നമ്മുടെ കേൾവികളിലും ഒക്കെ ദൈവസാന്നിധ്യം ഉണ്ടോ? ഹല്ലേലൂയ. ദൈവസാന്നിധ്യം ഉണ്ടെങ്കിൽ നാം ദൈവിക പാതയിലൂടെ മാത്രമേ നടക്കൂ. നമുക്കറിയാം, ദുഷ്ടനും പാപിയും പരിഹാസിയും ഒക്കെ ദേശത്തിന്റെ എല്ലാ ഭാഗത്തും പെരുകിക്കൊണ്ടിരിക്കുക. അവർ അനേകരെ വലിച്ചു കൊണ്ടുപോകാൻ അവർ തന്ത്രങ്ങൾ മെനയും. അതിനെല്ലാം പ്രോത്സാഹനം കൊടുക്കുന്ന സാത്താനാണ്. അതുകൊണ്ട് സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ എന്ന് തിരുവെഴുത്ത് നമ്മെ ബോധിപ്പിക്കുന്നത് പോലെ നാം എപ്പോഴും നമ്മുടെ ജീവിതത്തെ കാത്തു സൂക്ഷിക്കണം. പ്രൈസലോ.
അപ്പൊ ഇവിടെ യൗവനകാലത്ത് പത്രോസ് തന്റെ ഇഷ്ടപ്രകാരം നടന്ന് തീർത്തു. കർത്താവിന്റെ വഴി എന്താണെന്ന് അവൻ അറിയില്ലായിരുന്നു. ഒരു ദിവസം കർത്താവ് പത്രോസിനോട് നീ മനുഷ്യനെ പിടിക്കുന്നവനാകും എന്ന് പറഞ്ഞ് പത്രോസിനെ തന്റെ കൂട്ടത്തിൽ കൂട്ടി. അങ്ങനെ പത്രോസ് യേശുവിന്റെ ശിഷ്യനായി. ശിഷ്യൻ പിന്നീട് എന്ത് ചെയ്തു? അവനെ അപ്പോസ്തലനാക്കി മാറ്റി. ഇനി ദൈവത്തോടു കൂടെ എന്റെ ജീവിതയാത്ര ആകാവൂ എന്നുള്ളൊരു തീരുമാനം, ഒരു നടത്തിപ്പും പത്രോസിന്റെ ഉള്ളിലും വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതേ സ്നേഹിത, ഈ ലോകം പാപത്താൽ നിറയപ്പെട്ടതാണ്, പാപികളാൽ നിറയപ്പെട്ടതാണ്. എവിടെ നോക്കിയാലും പാപത്തിന്റെ ആസക്തികളാണ്. ഒരു ബസ് സ്റ്റേഷനിൽ പോയിരുന്നാൽ, ഒരു ബസ് കേന്ദ്രത്തിൽ പോയിരുന്നാൽ, ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്നാൽ, ഹല്ലേലൂയ, ഇനി നമ്മൾ എയർപോർട്ടിൽ പോയിരുന്നാലും, നമ്മൾ എവിടെ പോയിരുന്നാലും, പാർക്കുകളിൽ പോയിരുന്നാലും, കടലോരത്ത് പോയിരുന്നാലും എല്ലാം എന്ത് ചെയ്യുന്നത്? ദൈവ വഴി വിട്ടു നടക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളെ, കമിതാക്കളെ, യുവാക്കന്മാരെ, യൗവനക്കാരത്തികളെയൊക്കെ കാണാം. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാതെ എത്രയോ കോടി ജനങ്ങളാണ് ഓരോ ദിവസവും പാപത്തിന്റെ ആ തീച്ചുളയിലേക്ക് വീണുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഒരു സ്നേഹിതരെ, നാം ദൈവത്തോട് ചേർന്ന് നടക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഇനി പത്രോസ് തന്റെ ഇഷ്ടപ്രകാരം ആ വഴിയിലൂടെ നടക്കാതെ, ഇപ്പം പത്രോസ് എന്താണ്? ദൈവത്തിന്റെ വഴിയിലൂടെ തന്നെ ചെല്ലുക. അപ്പം ദൈവ ഇഷ്ടവും പരിശുദ്ധാത്മാവിന്റെ വഴിയും നടത്തലും നാം തിരിച്ചറിയണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ വിശ്വാസികളും ദൈവത്തിന്റെ വഴി ഏതാണ്, ദൈവത്തിന്റെ നടത്തിപ്പ് ഏതാണെന്ന് നമ്മൾ യഥാർത്ഥത്തിൽ ബോധ്യപ്പെടണം. പ്രൈസ് ദി ലോർഡ്. അത്രമാത്രം പാപം പെരുകിക്കൊണ്ടിരിക്കുക. ഞാൻ ഈ പാപത്തെക്കുറിച്ചൊക്കെ ഇത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രസംഗിച്ചപ്പോൾ ചിലരൊക്കെ കമന്റ് ചോദ്യം ചെയ്തൊരു പരിഹാസത്തോടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാനൊരു കമന്റ് ഇട്ടിരുന്നു, പാപം എന്താ ഉപദേശി എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ പുള്ളി ഏതാണ്ട് ഇപ്പോഴെങ്ങാണ്ട് ജനിച്ചു വന്നതുപോലെയുള്ള ചോദ്യം. ഞാൻ അദ്ദേഹത്തിന് മറുപടി ഇത്രയേ ഉള്ളൂ, താങ്കൾ ഒരു പരിഹാസപാത്രമാണ്, താങ്കൾ എല്ലാവരെയും വിമർശിക്കുന്നവന്. അത് തന്നെയാണ് പാപം. അതുകൊണ്ട് താങ്കൾ ഒരു പാപിയാണ്, ലേലിയ. അപ്പൊ അദ്ദേഹത്തിന് അതിന്റെ ആവശ്യം മതി. എന്നിട്ട് 1 സംഗീതത്തിൽ 1 വാക്യം കൂടെ പറഞ്ഞു, ദുഷ്ടനും പാപിയും പരിഹാസി. അത് ആ മനുഷ്യന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം എല്ലാവരും പരിഹസിക്കുന്നത്. പരിഹാസം എന്ന് പറയുന്നത് പാപമാണ്. കാരണം അത് ദൈവം വെറുക്കുന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേര് വരും. പാപം എന്ന് പറയുന്നത് ദൈവത്തിന് ഇഷ്ടപ്പെടാത്തതെല്ലാം പാപമാണ്. ദൈവവചനത്തിന് അടിസ്ഥാനമല്ലാത്തതെല്ലാം പാപമാണ്. ദൈവത്തോട് ചേർന്ന് നടക്കാതെ പോകുന്ന വഴികളെല്ലാം പാപമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ മൊബൈൽ തന്നെ പാപത്തിലേക്ക് വഴി നടത്തുന്ന ഒരു സാധനമാണ്. നല്ലവർക്ക് ഇത് നല്ലതായിട്ട് ഉപയോഗിക്കാം, എന്നാൽ മോശമായ ചിന്താഗതികൾ ഉള്ളവർക്ക് ഇതിനകത്ത് പാപത്തിന്റെ വശീകരണത്തിൽ വീണുപോകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ഒരു സ്നേഹിത, നാം ദൈവത്തിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മെ സകല സത്യത്തിലും വഴി നടത്തുന്ന യേശുക്രിസ്തു, ഹല്ലേലൂയ, ഈ ഭൂമിയിൽ വന്നപ്പോൾ അവന് മീതെ, ഹല്ലേലൂയ, ആമേൻ, മറ്റൊരു ശക്തിക്കും വാഴാൻ കഴിയില്ലായിരുന്നു. സകല സത്യത്തിലും വഴി നടത്തുന്ന യേശുക്രിസ്തു സ്വർഗ മഹിമകളെ വെടിഞ്ഞ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളും വിചാരിക്കാതെ ദാസരൂപമെടുത്തതും മനുഷ്യ സാദൃശ്യത്തിലായിരുന്നു. പിന്നെ ഇവിടെ യേശുക്രിസ്തുവിന് മുകളിലേക്ക് വേറെ ആർക്കും ഉയരാൻ കഴിയത്തില്ല. എല്ലാത്തിനും മുകളിലെ യേശു. ഹല്ലേലൂയ. ആ യേശുവാണ് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും എല്ലാം സാധിച്ചു തരുവാൻ ആമേൻ സന്മനസ്സുള്ളവൻ. അതുകൊണ്ട് നമ്മൾ കർത്താവിന്റെ ഇഷ്ടത്തിന് വേണ്ടി മാത്രം വേണം ജീവിക്കുവാൻ. യേശു ഭൂമിയിൽ വന്നപ്പോൾ അവന് സ്വയ ഇഷ്ടം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അവന് സ്വന്തമായിട്ട് അഭിപ്രായം യേശുവിനുണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കാത്ത ഒരു വലിയ കൂട്ടം ജനവും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് ഈ ഭൂമിയിൽ തന്റെ മഹത്വമേറിയ ശുശ്രൂഷയ്ക്ക് ഓരോ ദിവസങ്ങളും കാൽച്ചുവടുകൾ വെക്കുമ്പോൾ ആയിരങ്ങൾ 10,000 യേശുവിന്റെ കൂടെ തരിച്ചുകൂടിയിരുന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇന്ന് കർത്താവിന് വേണ്ടി ശക്തിയോടെ നിൽക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ സുവിശേഷം പങ്കുവെക്കുമ്പോൾ പലരും യേശുവിനെ അനുഗമിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ അത് കണ്ട് ഭയപ്പെടണ്ട.
ചില ആളുകൾ ചില വാദങ്ങളുമായി വന്നിട്ടുണ്ട്, പെന്തക്കോസുകാർ വലിയ കൾട്ടാണെന്ന്. ലേരിയ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പെന്തക്കോസുകാരൊന്നും ഒരിക്കലും കൾട്ടല്ല. അവരൊരു ദുരുപദേശവും പറയത്തില്ല. അല്ലേരിയ ദുരുപദേശമാണ് പെന്തക്കോസ്തുകാർ പറയുന്നത്. അതുകൊണ്ട് ദൈവശാസ്ത്ര പഠിതാക്കളായിരിക്കുന്നവർ എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി തരണമെന്ന് ഒരു സഹോദരൻ പറഞ്ഞു കേട്ടു. ആ സഹോദരനുള്ളിൽ വെറും ഭൂതം കയറി കിടക്കുക, വലിയ പിശാച് ആ സഹോദരനുള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, അല്ലേരിയ പെന്തക്കോസ്തുകാരെല്ലാം കൾട്ടാണെന്ന്. എന്നെ കേൾക്കുന്ന സഹോദര, പെന്തക്കോസ്തുകാര് വേർപെട്ട കൂട്ടം, ക്രൈസ്തവ സമൂഹം കൾട്ടല്ല. അല്ലേരിയ അവർ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്നു. ആത്മാവും ജീവനുമായിരിക്കുന്ന വചനത്തെ പ്രസംഗിക്കുന്നു. ജീവന്റെ അപ്പമായിരിക്കും ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ആൽഫയും ഒമേഗയുമായിരിക്കുന്ന കർത്താവിനെ പ്രസംഗിക്കുന്നു. സർവ്വവ്യാപി സർവ്വജ്ഞാനിയുമായിരിക്കുന്ന കർത്താവിനെ അവർ പ്രസംഗിക്കുന്നു. എല്ലാറ്റിനേക്കാളും നിത്യജീവൻ നൽകുന്ന യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നു. മനുഷ്യന്റെ പാപത്തിന് പരിഹാരം നൽകുവാൻ ഭൂമിയിലെ ഒരു യാഗങ്ങൾക്കും വഴിപാടുകൾക്കും കഴിയുകയില്ലാത്തതുകൊണ്ട് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം നൽകുവാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂന്ന് യേശു പഠിപ്പിക്കുകയാണ്. അതൊരിക്കലും കൾട്ടല്ല. താങ്കളെ പോലെ ഇതുപോലെ ദുരുപദേശ ചിന്തയുമായി കടന്നു വരുന്നവർക്ക് ഈ വചനം പ്രയോജനമാണ്. വല്ലപ്പോഴും ഒരു ബൈബിളൊക്കെ വീട്ടിൽ മേടിച്ചു വെച്ചിട്ട് ഈ കൾട്ട് ഉപദേശമായിട്ട് വരുമ്പോൾ ഇതൊന്ന് വായിച്ചിട്ട് വരുന്നത് നല്ലതാണ്. അറിയാത്തത് ചോദിക്കണം. അത് മനസ്സിലാക്കി തരുവാനും ഇന്നത്തെ കാലഘട്ടത്തിൽ അനവധി വേദശാസ്ത്രജ്ഞന്മാർ, വേദശാസ്ത്രം പഠിച്ചവർ ദൈവസഭകളിലുണ്ട്, ക്രൈസ്തവ വിഭാഗത്തിലുണ്ട്. താങ്കളെ പോലെ കൾട്ടിന്റെ മനസ്സുമായിട്ട് താങ്കൾ ദൈവവചനം വായിക്കരുത്. പെന്തക്കോസുകാർ ഒരു വർഗീയവാദിയല്ല. വർഗീയവാദി പുറത്തു നിൽക്കുന്നുണ്ട്. താങ്കൾ ഒരു വർഗീയവാദി ആയതുകൊണ്ടാണ് വർഗീയ ചിന്തയോടെ, വർഗീയ സ്വഭാവത്തോടെ ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കുന്നത്. വർഗീയതയും തീവ്രവാദവും ഭീകരവാദവും ഇവിടെ ശക്തമായിട്ടുണ്ട്, ലോകമെമ്പാടുമുണ്ട്. അതിനൊരു വിഭാഗത്തെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വർഗീയതയും ഈ വർഗീയ സ്വഭാവത്തെയും വർഗീയ വിദ്വേഷങ്ങളും ഒന്നും വെച്ച് പുലർത്തുന്നവരല്ല അല്ലേലിയ ഒരു ക്രൈസ്തവ സമൂഹവും പെന്തക്കോസ്ത് വിഭാഗവും. അപ്പൊ ഇവിടെ യേശു പറഞ്ഞത് എന്താണ്? അല്ലേലിയ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം, അല്ലേലിയ അതിന്റെ 34-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നത്, അല്ലേലിയ യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുവാൻ അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. അല്ലേലിയ യേശു അല്ലേലിയ പത്രോസിനോടൊക്കെ പറയുക. അല്ലേലിയ യേശു ശബരിയ സ്ത്രീയുമായുള്ള ഒരു സംഭാഷണത്തിൽ, അല്ലേലിയ യേശു അവളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഉള്ളിലെ പാപവും പാപ സ്വഭാവങ്ങളും അവൾ ജീവിച്ച വഴികളെക്കുറിച്ചും എല്ലാം യേശു അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ശിഷ്യന്മാർ ആ സമയത്ത് ഭക്ഷണം കൊള്ളുവാൻ പുറത്തുപോയി. അപ്പം ശിഷ്യന്മാർ ഭക്ഷണവുമായി മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ യേശു ശബരിയ സ്ത്രീയുമായി സംസാരിക്കുന്നതാണ് കണ്ടത്. ആ കാലഘട്ടത്തിൽ യഹൂദന്മാരും ശബരിയുമായിട്ട് യാതൊരു പങ്കാളിത്തവുമില്ല. അവർ തമ്മിൽ ഒരു സംസർഗവുമില്ല. എന്നാൽ ആ ഒരു വേര് യേശു ക്രിസ്തു ശബരിയ സ്ത്രീയുമായി സംസാരിച്ച് ആ വേരിനെ അടർത്തി മാറ്റുകയാണ്. അല്ലേലിയ ഇത് കണ്ട ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചപ്പോഴാണ് യേശു പറയുന്നത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ വേല തികയ്ക്കുന്നതാണ് എന്റെ ആഹാരം. വേല തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. അത് എന്നെ കേൾക്കുന്ന പ്രശ്നത്തിലേക്ക് നമ്മുടെ ശുശ്രൂഷ എന്ന് പറയുന്നത്, ഞങ്ങളുടെ ശുശ്രൂഷ എന്ന് പറയുന്നത്, കർത്താവ് ഞങ്ങളെ അയച്ച അവന്റെ വേല തികയ്ക്കുന്നതാണ് ഞങ്ങളുടെ ആഹാരം, ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ ദൗത്യം, ഞങ്ങളുടെ ഉത്തരവാദിത്വം അല്ലാതെ തന്നെയാണ്. അതുകൊണ്ട് മരണം വരെ ഈ സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത് അത് ഞങ്ങളുടെ കർത്തവ്യമാണ്. അല്ലേലിയ ഞങ്ങളുടെ ഉത്തരവാദിത്വമാണത്. ഞങ്ങളത് ചെയ്യുവാനും പ്രാപ്തരാണ്. അല്ലേലിയ നിങ്ങൾ ഒരു പാപിയായ മനുഷ്യനായതുകൊണ്ട്, പാപത്തിൽ വീണ് കിടക്കുന്നതുകൊണ്ട്, പാപത്തിന്റെ ആ വിത്ത് നിങ്ങളുടെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം, എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, സ്നേഹിത, യുവതി, യുവാക്കന്മാരുടെ, യൗവനക്കാരോടൊക്കെ പറയട്ടെ, നിന്റെ ഉള്ളിലെ പാപത്തിന്റെ വിഷവിത്തുകളെടുത്ത് നീ പുറത്തു കളയണം. ലേരിയ പാപത്തിന്റെ വിഷവിത്തുകൾ എന്ന് പറയുമ്പോൾ ലേരിയ അത് വളരെ കഠിനമേറിയാണ്. അണലി വിഷം പോലെ വിഷമുള്ളതാണ് പാപത്തിന്റെ വിത്തുകളാകുന്ന വിഷം. ലേരിയ അതൊരു മനുഷ്യന്റെ ഉള്ളിൽ വ്യാപരിച്ചു കഴിഞ്ഞാൽ അതവന്റെ രക്തത്തിൽ അങ്ങ് അലിഞ്ഞു ചേരും. ശിരസ് തൊട്ട് ഉള്ളംകാല് വരെ ഈ പാപത്തിന്റെ വിത്തായ ആ വിഷം അണലി വിഷം പോലെ ശരീരത്തിൽ ബ്ലഡിനകത്ത് അങ്ങ് കലരും. പിന്നെ ആ മനുഷ്യനെ കാണുന്നതെല്ലാം ആമെ കൾട്ടായിട്ട് കാണുള്ളൂ. ആ ചിന്താഗതി മാറി വരണം. നിങ്ങൾ മാനസാന്തരപ്പെടണമെന്നാണ് വചനം പറയുന്നത്.
നിങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴിയോരങ്ങൾ കിടക്കുന്ന യാചകരെ പോലും സ്നേഹിക്കുന്നു. കുളക്കരയിൽ കിടന്ന മനുഷ്യനെ യേശു സ്നേഹിച്ചില്ലേ? ആമി സ്തോത്രം. യേശു പോയ വഴിയിൽ യേശുവിനെ അനുഗമിച്ചവരാരൊക്കെയായിരുന്നു? നിങ്ങൾ സുവിശേഷം വായിച്ചു നോക്കിയില്ലേ? അവന്റെ അരികിൽ ചെന്നവരെ ആരെയും യേശു മാറ്റി നിർത്തിയില്ല. അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ്, അവരുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ്, അവരുടെ ഹൃദയത്തിന്റെ അഭിലാഷം എന്തായിരുന്നു അത് യേശു സാധിച്ചു കൊടുക്കുകയായിരുന്നത്. സ്തോത്രം. ആമേൻ. അങ്ങനെ എല്ലാ മനുഷ്യരോടും മുഖപക്ഷം കൂടാതെ പ്രവർത്തിച്ച ഒരു 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 ശുശ്രൂഷയായിരുന്നു യേശുവിൻ്റെത്. ഇത് തന്നെയാണ് ഈ കാലഘട്ടത്തിലെ ക്രൈസ്തവ സമൂഹം വേർപെട്ട ദൈവമക്കൾക്ക് ചെയ്യുന്നത്. ഞങ്ങൾ ആരോടും മുഖപക്ഷം കാണിക്കാറില്ല. ഹല്ലേലൂയ. കർത്താവ് ഏൽപ്പിച്ചത് ഞങ്ങൾ അവർക്ക് പങ്കുവെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ, ഹല്ലേലൂയ, നിങ്ങൾ ഈ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് മാനസാന്തരപ്പെട്ട് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. ഞാൻ വായിച്ച വചനത്തിന്റെ പല ചിന്തകളും നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ട്. ഞാനും പറഞ്ഞു, എൻ്റെ ആ ഭാഗത്തല്ല ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ ഏരിയ ഒരു മാനസാന്തരത്തിന്റെ, ഒരു പാപബോധത്തിന്റെ, ഒരു കുറ്റബോധത്തിന്റെ അനുഭവം നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ പാപത്തിന്റെ വിത്തായ വിഷത്തെ നിങ്ങൾ പുറത്തു കളഞ്ഞ് നിങ്ങളൊന്ന് മാനസാന്തരപ്പെടണമെന്നാണ് ഞാൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ ജീവിച്ച ഒരു കാലഘട്ടം എനിക്ക് പിന്നിലുണ്ട്. പാപത്തിന്റെ വിത്തായിരിക്കുന്ന വിഷവിത്ത് എന്റെ ശരീരമാസകരം നിറഞ്ഞു നിന്നിരുന്നു ഒരു കാലഘട്ടം, വിഷം പോലെ. അന്ന് എനിക്ക് പാപത്തെക്കുറിച്ച് ബോധ്യമില്ല, പാപത്തെക്കുറിച്ച് ബോധമില്ല. ഞാൻ തിരഞ്ഞെടുക്കുന്ന വഴി, ഞാൻ പോകുന്ന വഴി, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം എന്റെ ഇഷ്ടം, അതെല്ലാം എനിക്ക് എന്റെ എന്നുള്ള ചില സ്വയത്വത്തിലാണ് ജീവിച്ചേ. എന്നാൽ ക്രിസ്തുവിനെ അറിഞ്ഞപ്പോഴാണ്, ഹല്ലേലൂയ, ഞാൻ മുൻകാലങ്ങളിൽ ചെയ്തതെല്ലാം അധാർമികതയായിരുന്നു എന്നും അസന്മാർഗതയുടെ മാർഗമായിരുന്നു, ദൈവം വെറുക്കുന്ന വഴികളായിരുന്നു എന്നൊക്കെ എനിക്ക് ബോധ്യപ്പെട്ടത്. ഹല്ലേലൂയ. മതങ്ങൾ ലോകത്തിൽ ഒരുപാടുണ്ട്. എന്തുമാത്രം മതങ്ങളാ, എണ്ണിയാലൊടുങ്ങാത്ത മതങ്ങൾ ഈ ലോകത്തിലുണ്ട്. പക്ഷെ പാപത്തെ കുറിച്ച് പ്രസംഗിക്കുന്ന മതങ്ങളെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? ഹല്ലേലൂയ. എണ്ണിയാലൊടുങ്ങാത്ത മതങ്ങൾ ദിവസവും പെരുകുന്നു, സംഘടനകൾ പെരുകുന്നു. പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തി മനുഷ്യന് പാപപരിഹാരം കൊടുത്ത് പാപം ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു മതങ്ങളും ഇല്ല. അതിന് ഞങ്ങൾ തന്നെ വേണം. ഹല്ലേലൂയ. നീ കള്ളു കുടിക്കരുതെന്ന് പറയാൻ ഞങ്ങൾ തന്നെ വേണം. നീ കള്ളു കുടിച്ചു പള്ളിയിൽ വരരുത്, കള്ളു കുടിച്ചു അമ്പലത്തിൽ വരരുത്, കള്ളു കുടിച്ച് മോസ്കി വരരുത് എന്നൊക്കെ പറയാൻ മതങ്ങൾക്ക് കഴിയില്ല കേട്ടോ. അല്ലെ, അങ്ങനെ പറഞ്ഞതെങ്കിൽ മതത്തിൽ ആള് കാണില്ല. ഇനി അങ്ങനെ പറഞ്ഞതെങ്കിൽ ജനം ഒന്നുകൂടെ മാനസാന്തരപ്പെട്ടെന്ന് എനിക്ക് തോന്നി. കർശനമായി താക്കീത് കൊടുത്തിരുന്നു, കർശനമായ നിബന്ധന കൊടുത്തിരുന്നെങ്കിൽ, കർശനമായ ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ്, കർത്തവ്യ ബോധത്തോടു കൂടിയാണ് ഓരോ മതങ്ങളും ദൈവ ഇഷ്ടത്തിനനുസരിച്ചുള്ള നിർദ്ദേശമാണ് കൊടുത്തിരുന്നെങ്കിൽ ഈ ലോകത്തിൽ കള്ളുഷാപ്പ് വേണ്ടായിരുന്നു, ബീവറേജും ബാറുകളൊന്നും വേണ്ടായിരുന്നു, ഒരധാർമിക അസന്മാർഗമായ ജീവിതശാലകളും ഇവിടെ വേണ്ടായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും മനുഷ്യൻ ഏത് സമയത്തും മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങളിൽ അനുഭവിച്ചറിയാൻ പറ്റുന്ന എല്ലാ ജഡിക സുഖങ്ങൾക്കും ഇന്നിഷ്ടം പോലെ ബ്രോക്കർമാരുണ്ട്. നമ്മൾ അനുസരിച്ച് ചാടത്തില്ലായിരുന്നു. ചില സ്ഥലത്തേക്കൊക്കെ ചെന്ന് നമ്മൾ ഇറങ്ങി നിന്ന് കഴിയുമ്പോൾ ചില ആളുകളൊക്കെ നമ്മുടെ അരികിലേക്ക് വരുന്ന കാണത്തില്ലേ? സാറിന് എന്താ വേണ്ടത്? സാറിന് എന്തോ ആവശ്യം? സാറിന് റൂം വേണോ? ബാത്റൂം വേണോ? ടോയ്ലറ്റ് വേണോ? സാറിന് ഒരുക്കാൻ മുറി വേണം എന്നൊക്കെ ചോദിച്ച് പലരും നമ്മളെ സമീപിക്കാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ അനുഭവമുണ്ടോ? എനിക്കങ്ങനത്തെ അനുഭവമുണ്ട്. ഞാൻ സാറൊന്നും പറയാൻ ആഗ്രഹിക്കില്ല. ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ മീറ്റിങ്ങിന് പോയിച്ച് വന്നിങ്ങനെ ബസ് കയറാൻ നിൽക്കുന്ന സമയത്ത് ഇതിന്റെ ബ്രോക്കർമാർ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർ വന്ന് പലപ്പോഴും നമ്മളെ ഇങ്ങനെ ശല്യം ചെയ്തിട്ടുണ്ട്. ഞാൻ അവരോടൊക്കെ പറഞ്ഞൊരു മറുപടി ഉണ്ട്. എന്റെ സഹോദരൻ, ഇതുപോലെയൊക്കെയുള്ള ചില മാർഗങ്ങളിലൂടെയൊക്കെ നടന്നു വന്നവനാ ഞാൻ. ഒരുപാട് മുള്ളും പറക്കാരൊക്കെ ചവിട്ടി വന്നതാ. ഇപ്പൊ എന്റെ കാലുകൾ ശുദ്ധമാ. അതുകൊണ്ട് നിങ്ങൾ വഴി പറഞ്ഞു തരാതെ തന്നെ എനിക്കൊരു വഴി പറഞ്ഞു തരുന്നവരുണ്ട്. ഹല്ലേലൂയ. എന്നെ സകല സത്യത്തിലും വഴി നടത്തുന്നവരുണ്ട്. ഞാൻ ആ വഴി എവിടെ അങ്ങ് പൊക്കോളാം, ഞാൻ എന്റെ വീട്ടിൽ ചെന്ന്. അതെ, ഈ കാലഘട്ടം എന്ന് പറയുന്നത് പാപത്തിന്റെ ആസക്തി മനുഷ്യനിലെ വിഷം കുത്തിവെക്കുന്നത് പോലെ കുത്തിവെച്ചുകൊണ്ടിരിക്കുക പിശാച്. എല്ലാ മതങ്ങളും പാപത്തെക്കുറിച്ച് പ്രസംഗിക്കാം. പാപത്തെക്കുറിച്ച് പ്രസംഗിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ മാനസാന്തരപ്പെട്ടനെ. പക്ഷെ മതങ്ങൾ തയ്യാറല്ല. കാരണം മത നേതാക്കന്മാർ പോലും മദ്യപിക്കുന്നു, അല്ലെങ്കിൽ മത നേതാക്കന്മാർ പോലും മദ്യപിക്കുന്നു. പിന്നെ അവരുടെ വിശ്വാസികളോട് എങ്ങനെ മദ്യപിക്കരുത് പറയാൻ പറ്റും? മദ്യം കുടിക്കാത്ത ഒരാളിന് മാത്രമേ മദ്യം കുടിക്കരുത് എന്ന് പറയാൻ പറ്റുള്ളൂ. പുക വലിക്കാത്ത ഒരാളിന് മാത്രമേ പുക വലിക്കരുത് എന്ന് പറയാൻ പറ്റുള്ളൂ.
പാൻമസാലകളും തമ്പാക്കും മറ്റ് എല്ലാം വിഷവും വാങ്ങി തിന്നുന്നവനോട് അത് നീ ചെയ്യരുതെന്ന് പറയണമെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നവന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. നീ ചെയ്യുന്നതെല്ലാം പാപമാണെന്ന് നമുക്ക് പരസ്യമായിട്ടും രഹസ്യമായിട്ടും ഒരു വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ അത് ഞങ്ങളെപ്പോലുള്ള ഒരു സുവിശേഷം പ്രസംഗിക്കണം. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് എടുത്തുകൊണ്ടുവരുന്നൊന്നുമല്ല. കർത്താവ് ഞങ്ങൾക്ക് എഴുതി തന്ന, പരിശുദ്ധന്മാർ എഴുതി തന്ന ദൈവ നിയോഗങ്ങൾ അത് ഞങ്ങളിലൂടെ കർത്താവ് പറയിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് പാപത്തിന്റെ വഴിയിലൂടെ നീ യാത്ര ചെയ്തു പോകാതെ, ഹല്ലേലൂയ, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ ജീവിതത്തിൽ നിനക്ക് ഒരിക്കലും സമാധാനം കിട്ടാതെ എല്ലാ ദിവസവും നീ കണ്ണുനീരിന്റെ അനുഭവമാണെങ്കിൽ, നിനക്ക് പലപ്പോഴും ഉയരണമെന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടായിട്ടും ഉയർച്ച പ്രാപിക്കാതെ, ഒന്ന് അനുഗ്രഹിക്കപ്പെടാൻ നീ ആഗ്രഹിച്ചിട്ടും അനുഗ്രഹം പ്രാപിക്കാതെ, ഇന്നും നിനക്ക് ജീവിതത്തിൽ നല്ലൊരു വഴി തുറക്കാതെ നീ കടന്നു പോകുന്നുണ്ടെങ്കിൽ നീ മടങ്ങി വരണം. നിന്റെ ഉള്ളിലെ കഴിഞ്ഞ കാലത്തിൽ നീ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് പരിഹാരമായി യേശുക്രിസ്തുവിനോട് നീ ഏറ്റുപറഞ്ഞ്, ഹല്ലേലൂയ, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് വരണം. പ്രൈസ് ദി ലോർഡ്. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോൾ അവിടെ ജീവിതത്തിന്റെ കഠിനമായ പാപങ്ങൾ മാറിക്കിട്ടും. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഹോദരനുമായിട്ട് വിശ്വാസിയ സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം വളരെ ക്ഷുഭിതനായി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നാം ചെയ്യുന്ന വഴികളുടെ എല്ലാം പാപമുണ്ട്. നമ്മൾ പക്ഷെ അതിനെ ഗണ്യമാക്കാതെ തിരിച്ചറിയാതെ യാത്ര ചെയ്യുന്നത്. ആ പാപം ദൈവം നമ്മോട് കണക്ക് ചോദിക്കും. പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെ 4-ാമത്തെ തലമുറ വരെ ദൈവം നമ്മോട് ചോദിക്കുമെന്ന്. ഹല്ലേലൂയ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ കാലം നമ്മൾ രക്ഷിക്കപ്പെട്ടു, കർത്താവിന്റെ കൽപ്പന നമ്മൾ പള്ളിയിൽ പോയി തുടങ്ങിയ പിന്നെ നമ്മുടെ മേലെ പാപത്തിന് ആ വാഴ്ചയില്ലെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനെയല്ല, നമ്മൾ രക്ഷിക്കപ്പെട്ടത് കൊണ്ടോ സ്നാനപ്പെട്ടത് കൊണ്ടോ ഹല്ലേലൂയ അഭിഷേകം പ്രാപിച്ചത് കൊണ്ടോ ഒന്നും പാപം നമ്മളെ വിട്ടു പോകണമെന്നില്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് പൂർണ്ണമായി രൂപാന്തരപ്പെടാൻ കഴിയുന്നത്? മാനസാന്തരപ്പെട്ട വ്യക്തി മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ചുകൊണ്ട് ദൈവം പറയാത്ത ഒരു വഴിയിലൂടെ പോകരുത്. ദൈവം പറയാത്ത ഒരു വഴി നീ നോക്കരുത്. അല്ലെങ്കിൽ നീ പൂർണ്ണമായിട്ട് സമ്പൂർണമായിട്ട് സമർപ്പിക്കപ്പെടണം. അങ്ങനെ സമർപ്പിക്കപ്പെടാത്ത പലരും ഇരുന്നിട്ട് വളരെ ആമയില് ഈ ഓരോ തന്ത്രങ്ങൾ വരഞ്ഞു വിടും. പ്രേക്ഷണം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഹല്ലേലൂയ. നിങ്ങൾ മാനസാന്തരപ്പെടണം. ഞങ്ങൾ പറയുന്നത് മാനസാന്തരപ്പെടുക. മനസ്സിന്റെ അന്തർഭാഗത്ത് ഒരു പ്രവൃത്തി വെളിപ്പെടണം. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ മതം മാറുക എന്നല്ല. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ജാതി മാറുക എന്നല്ല. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു തീവ്രവാദ ഗ്രൂപ്പിലേക്ക് പോകുക എന്നുള്ളതല്ല. ആ ഒരു കൾട്ടിന്റെ കൂടെ ചെന്ന് ചേരുക എന്നല്ല. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിനോട് ചേരുന്നതാണ്. ഹല്ലേലൂയ. അപ്പൊ യേശുവിനോട് ചേർന്ന് നീ നടക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആ വചനത്തിന് അധിഷ്ഠിതമായ ജീവിത രീതി മാത്രം നീ തിരഞ്ഞെടുത്തുകൊണ്ട് പോയാൽ, ഹല്ലേലൂയ, നിന്റെ ജീവിതം എന്നും സന്തോഷമായിരിക്കും. ഹല്ലേലൂയ. നീ അടിപാത്രി പോകാതെ നിന്നെ കാക്കുവാൻ പരിപാലിക്കുവാൻ യേശു ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയും. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, 6-ാം അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു ഭാഗമുണ്ട്. വായിച്ച് കേൾപ്പിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. 6-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ ആമേൻ, സ്തോത്രം, അതിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് നോക്കിയാട്ടെ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, സ്തോത്രം, 10-ാമത്തെ വാക്യം പറയുന്നു, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്നാ. നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്നിവിടെ കാണാൻ കഴിയും. നിന്റെ രാജ്യം വരണമേ എന്ന് യേശു ശിഷ്യന്മാരെ ഈ പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ എന്താണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? യേശു പറയുന്നു, ഭൂമിയിൽ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്ഥിതിവിശേഷം എല്ലായിടത്തും വരണമെന്ന ആ ഒരു അർത്ഥത്തിലാണ് പറയുന്നത്. ഭൂമിയിൽ എല്ലായിടവും, ലോകരാജ്യങ്ങൾ മുഴുവൻ എല്ലായിടങ്ങളിലും ദൈവരാജ്യത്തിന്റെ ഒരു അനുഭൂതി, ദൈവരാജ്യത്തിന്റെ ഒരു അനുഭവം ഉണ്ടാകണമെന്ന് യേശു ആഗ്രഹിക്കുക. അപ്പൊ സ്വർഗരാജ്യം എന്ന് പറയുന്നത് കള്ളുഷാപ്പ് കൊണ്ടും ബീവറേജ് കൊണ്ടും ആമീൻ അതുപോലെ ബാർ കൊണ്ടും ഇവിടുത്തെ അല്ലെങ്കിൽ ഒരുപാട് ഡാൻസ് കേന്ദ്രങ്ങളും അല്ലെങ്കിൽ പിന്നെ ഈ മസാല കേന്ദ്രങ്ങളും പിന്നെ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അങ്ങനെയുള്ളതൊന്നും അല്ല സ്വർഗരാജ്യം. സ്വർഗരാജ്യം പരിഭാവനമാണ്. അവിടെ അശുദ്ധന് ചെല്ലാൻ പറ്റത്തില്ല. അവിടെ വിശുദ്ധന്മാർക്ക് മാത്രമാണ് സ്ഥാനം. അല്ലെങ്കിൽ അവിടെ പിതൃപുത്ര പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യമുണ്ട്. സിംഹാസനത്തിൽ നമ്മുടെ കർത്താവുണ്ട്.
കോടാനുകൂടി ദൂതന്മാരും കെരൂബുകളും സാറാഫുകളും അവിടെ ഉണ്ട്. അവിടെ ആനന്ദത്തിന്റെ അനുഭവമാണ്. അങ്ങനെ പാപമില്ലാത്ത, ശാപമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, പിറുപിറുപ്പില്ലാത്ത സ്വർഗരാജ്യത്തിന്റെ അനുഭവം ഈ ഭൂമിയിൽ മുഴുവൻ വരണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നതും. അതാണ് യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതും. നിന്റെ ഹല്ലേലൂയ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ ദൈവരാജ്യം നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും എന്ന് എഴുതിയിരിക്കുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. നമ്മൾ റോമാലേഖനമൊക്കെ വായിച്ചാൽ കാണാൻ കഴിയും. ദൈവരാജ്യത്തിന്റെ മഹത്വത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിന്റെ സകല പാപസുഖങ്ങളിൽ നമ്മൾ വിട്ടൊഴിയും, രക്തം ചെയ്യും. ഹല്ലേലൂയ. വീണ്ടും ദൈവത്തിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ സ്ഥിതിവിശേഷം ഹല്ലേലൂയ സഹസ്രാബ്ദ കാലത്തേക്ക് ഉണ്ടാകും. എന്നാൽ ഇന്ന് അത് ദൈവമക്കളുടെ മധ്യേ പൂർണ്ണമല്ലെങ്കിലും അവരതിൽ കൂടെ ജീവിക്കുന്നത്. അപ്പൊ പൂർണ്ണമായിട്ട് ദൈവരാജ്യത്തിന്റെ അനുഭവം ഇവിടെ വരണമെങ്കിൽ സഹസ്രാബ്ദ വാഴ്ച എന്ന് പറഞ്ഞാൽ 1000 ആണ്ട് വാഴ്ച വരുമ്പോൾ ഇവിടെ കർത്താവ് സകലത്തിന്റെയും രാജാവായി ഭരിക്കുമ്പോൾ മനുഷ്യനെ പരസ്പരം സ്നേഹിക്കും. ഹല്ലേലൂയ. അങ്ങനെ അന്ന് ദൈവം സ്വർഗത്തിനെ പോലെ നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാലേ ദൈവരാജ്യത്തിന്റെ ആ മഹത്വം ഭൂമി വെളിപ്പെടും. ഹല്ലേലൂയ. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവമക്കൾ അതനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ട്, വേർപെട്ട കൂട്ടം അതനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ട് അവരാ ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലാണ് നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമുക്ക് ഈ ലോകത്തിലെ താൽക്കാലിക സുഖങ്ങൾ നിന്നെ നരകത്തിലേക്ക് നടത്തുകയാണ്, നരകയാത്രയിലേക്ക് കൊണ്ടുപോകുന്നത്. ആശ്വാസത്തിന്റെ സന്ദേശങ്ങൾ നൽകി തരുവാൻ ആരും ഈ ഭൂമിയിൽ ഇല്ലെന്ന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവൻ സർവ്വഭൂവാസികളെയും നാസ്തിയായി എണ്ണുന്നു, സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു. അവന്റെ കൈ തടുപ്പാനോ നീ എന്തു ചെയ്യുന്നു എന്ന് അവനോട് ചോദിപ്പാനോ ആർക്കും കഴിയില്ല. അതെ, ദൈവം എന്ത് ചെയ്യുന്നു, എന്ത് പ്രവർത്തിക്കുന്നു എന്ന് ആർക്കും അവനോട് ചോദിക്കാൻ കഴിയത്തില്ല. അവന്റെ കൈ തടുപ്പാനും ആർക്കും കഴിയില്ല. ദൈവത്തിന്റെ ഇഷ്ടം ഈ ഭൂമി ദൈവം ചെയ്തുകൊണ്ടിരിക്കും. അത് ഞാനല്ലെങ്കിൽ വേറൊരാളെ ദൈവം എഴുന്നേൽപ്പിക്കും. ദൈവത്തിന്റെ ഒരാളിനെ നമുക്ക് കർത്താവിന്റെ ഇഷ്ടത്തിന് വേണ്ടി സ്വീകരിക്കുവാൻ അധിക സമയമൊന്നും വേണ്ട. അതിവിടെ യുദ്ധതന്ത്രങ്ങൾ മെനഞ്ഞാലും, നിങ്ങൾ വാളെടുത്താലും വടിയെടുത്താലും കുറുവടി എടുത്താലും, നിങ്ങൾ ആയുധ ശേഖരവുമായി വന്നാലും, നിങ്ങൾ ബോംബെറിഞ്ഞാലും ചാണകം തീറ്റിച്ചാലും ചാണകം വാരി എറിഞ്ഞാലും ഹല്ലേലൂയ, നിങ്ങൾ ഞങ്ങളുടെ കരിയോയിൽ ഒഴിച്ചാലും ടാറ് തേച്ചാലും ഹല്ലേലൂയ, ഞങ്ങൾ നൽകുന്ന പുസ്തകങ്ങൾ വലിച്ചീകറി കളഞ്ഞാലും, ഞങ്ങളെ അസഭ്യം പറഞ്ഞാലും, ഞങ്ങൾ ഞങ്ങളുടെ വഴി വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറുന്നില്ല. ഞങ്ങളത് ചെയ്തുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് ആവശ്യം ദൈവരാജ്യയുടെ വരണമെന്നാൽ ചില പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മതത്തിന്റെ രാജ്യമാകണം. ചില ആളുകളൊക്കെ നിങ്ങൾ പ്രസംഗിക്കുന്നില്ലേ, ഞങ്ങളുടെ പ്രസംഗം ഞങ്ങളുടെ മതമാണ്, ഞങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങളുടെ മതമാണ്, മതമാണ് ഞങ്ങളുടെ രാഷ്ട്രീയം, മതമാണ് ഞങ്ങളുടെ പ്രസംഗം, മതമാണ് ഞങ്ങൾക്ക്, ഞങ്ങളുടെ മതം വളർത്തുക. അങ്ങനെയുള്ള രാഷ്ട്രീയങ്ങളും ഉണ്ടല്ലോ. പക്ഷെ ദൈവരാജ്യത്തിന്റെ പ്രവർത്തകരെന്ന് പറഞ്ഞ് ഞങ്ങളുടെ സുവിശേഷം, ഞങ്ങളുടെ മതം വളർത്തുക എന്നുള്ളത് ഞങ്ങൾ ഒരിക്കലും പറയത്തില്ല. കാരണം ഞങ്ങൾക്കൊരു മതമില്ല. കർത്താവായ യേശുക്രിസ്തു പെന്തക്കോസ്ത് നാളിൽ കൂടിയിരുന്ന 120 അയച്ച പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവിനെ സ്ഥാപിതമായ സഭ, യേശുവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടം, പെന്തക്കോസ്തിന്റെ കൂട്ടം, അതൊരു മതമല്ല. വേർപെട്ട ദൈവമക്കൾക്ക് ഒന്നിച്ചിരുന്ന് ആരാധിക്കാൻ വേണ്ടി ദൈവം ഒരുക്കി തന്ന സകല സത്യത്തിലും പരിശുദ്ധാത്മാവിനെ നിയന്ത്രിതമായ ഒരു നല്ല കൂട്ടായ്മയാണ് ഞങ്ങൾ നിൽക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ പോകുന്ന വേർപെട്ട കൂട്ടം. അതൊരിക്കലും മതമല്ല. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങൾക്ക് ഒരിക്കലും മതത്തെക്കുറിച്ച് പ്രസംഗിക്കാനും പറ്റത്തില്ല. മതമൊന്നും ഇവിടെ നമുക്ക് ഒന്നും ചെയ്യത്തില്ല. പ്രിയരെ, നിങ്ങൾ മതത്തിനകത്ത് കടിച്ചു തൂങ്ങി കിടന്ന അവസാനം നിങ്ങളുടെ നിത്യജീവൻ നഷ്ടപ്പെടുത്തി കളയരുത്. ഭൂമിയിൽ മാത്രമേ മാനസാന്തരപ്പെടാൻ സമയമുള്ളൂ. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മാത്രമേ മാനസാന്തരപ്പെടാൻ സമയമുള്ളൂ. ഈ ഭൂമിയിൽ നാം മാറ്റപ്പെട്ട് കഴിയുമ്പോൾ, മരിച്ചു കഴിഞ്ഞാൽ മാനസാന്തരം എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിലില്ല. മരിക്കുന്നതിന് മുമ്പ് നമുക്ക് മാനസാന്തരപ്പെട്ട് നിത്യതയിൽ നമ്മൾ ഉണ്ടാകും എന്നുള്ളൊരു ഉറപ്പ് നമ്മൾ പ്രാപിച്ചിരിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ജനത്തിന് അതില്ല. അല്ലെങ്കിൽ ചില ആളുകളോടൊക്കെ സംസാരിക്കും, സ്വർഗവും നരകവുമല്ല ഈ ഭൂമിയിലെ സാധനം എന്ന് പറയും. അത്രമാത്രം പൊട്ടന്മാരാ ചിലരൊക്കെ. നരകവും സ്വർഗവും എല്ലാം ഭൂമിയിലാണ്. അതെല്ലാം നമ്മളോട് അനുഭവിക്കുന്നുണ്ടെന്നാ പറയും. എന്നാൽ അവരത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചാലും അവരോട്ട് സമ്മതിക്കത്തില്ല. അത്രമാത്രം
പാപത്തിന്റെ വശീകരണത്തിനകത്ത് വീണ് മനുഷ്യന്റെ മനസ്സിനെ, ഹൃദയത്തെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ് ഈ പിശാച് എന്ന് പറയുന്നത്. ആമീൻ വർഗീയതയുടെ വിഷവിത്ത് പലരുടെ ഉള്ളിലും അണലി വിഷം പോലെ ആമീൻ പകർത്തി കൊടുത്തിട്ട് ഓരോ മനുഷ്യനും വർഗീയവാദിയാക്കി മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ, ഭാരതത്തിൽ, ലോക രാജ്യങ്ങൾ മുഴുവൻ നടക്കുന്നത്. അതിന്റെ നടുവിലാണ് ഞങ്ങൾ ജീവന്റെ വചനം പ്രസംഗിക്കുന്നത്. ജീവന്റെ വചനം പ്രസംഗിക്കുന്നത് ലോകത്തിന്റെ വെളിച്ചമായി ക്രിസ്തുവിനെയാണ്. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം യേശുക്രിസ്തുവാണ്. ലേരിയ യേശുക്രിസ്തുവിനെയാണ് ഞങ്ങൾ വിളിച്ചു പറഞ്ഞത്. സകല ജനത്തിന്റെയും പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി മാറില്ല. ഈ ലോകത്തിലെ ഏതെങ്കിലും മതങ്ങൾക്ക് പറയാൻ കഴിയുമോ മനുഷ്യന്റെ പാപങ്ങൾക്ക് വേണ്ടി ഒരു മനുഷ്യൻ ഭൂമിയിലേക്ക് വന്ന്, സ്വർഗത്തിന്റെ ഭൂമിയിലേക്ക് ഞങ്ങളുടെ പാപങ്ങളെ പരിഹരിച്ച് ഞങ്ങളുടെ പാപത്തിന് ശുദ്ധീകരണം നൽകി ഞങ്ങൾക്ക് സ്വർഗരാജ്യം തന്നെന്ന് ഏതെങ്കിലും മതങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഒരു മതത്തിനും പറയാൻ കഴിയില്ല. എന്നാൽ ഞങ്ങൾ തന്റെ ഇടത്തോടെ വിളിച്ചു പറയും. ഹല്ലേലൂയ. ഫിലിപ്പി ലേഖനം 2:5 വായിച്ച് കാണാൻ കഴിയും. ഞങ്ങൾക്ക് പറയാൻ കഴിയും, അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് ഈ ഭൂമി വന്നതാ. 33 തിരുവയസ്സോടെ ജീവിച്ചു. 3 വർഷം തന്നെ പരിശുശ്രൂഷ സമയത്ത് തന്നെ അനുഗമിച്ചവരെല്ലാം സൗഖ്യമാക്കി വിടുതൽ കൊടുത്തു, മരിച്ചവരെ എഴുന്നേൽപ്പിച്ചു, നിത്യജീവന്റെ സന്ദേശം നൽകിക്കൊടുത്തു, ആത്മരക്ഷ നൽകിക്കൊടുത്തു, ജീവന്റെ വചനം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ലക്ഷോപലക്ഷം ജനങ്ങൾ യേശുവിനെ അനുഗമിച്ചു. അനുഗമിക്കുന്ന ആ പാതയിലൂടെ ഇന്നും ഞങ്ങളുടെ പിതാക്കന്മാർ നടന്നു വന്ന വഴി ഞങ്ങൾ ആ വഴിയിലൂടെ നടക്കുന്നു. അതുകൊണ്ട് ഇത് ഒരു ഉണർവിന്റെ കാലഘട്ടമാണ്. ഉണർവിനെ തടയുവാൻ നിങ്ങൾ എന്തെല്ലാം ശ്രമിച്ചാലും ഉണർവിനെ തടയാൻ കഴിയത്തില്ല. ദൈവരാജ്യത്തിന്റെ ഇഷ്ടം ഇവിടെ വരുവാൻ എന്നുള്ളത് കർത്താവിന്റെ ഇഷ്ടമാണ്. കർത്താവിന്റെ ഇഷ്ടത്തെ തടയുവാൻ, അവന്റെ കൈ തടുപ്പാൻ, ആമേൻ നീ എന്ത് ചെയ്യുന്നു എന്ന് അവനോട് ചോദിപ്പാനോ ആർക്കും കഴിയില്ല. പ്രൈസണം. അതെ, കർത്താവ് എന്ത് ചെയ്യുന്നുവെന്നും എന്താണ് പ്രവർത്തിക്കുന്നത് നിനക്ക് ചോദിക്കാൻ ഒരു അവകാശമില്ല. ചോദിക്കാൻ അവർ സമ്മതിക്കത്തില്ല. നിനക്ക് തടയാനും പറ്റത്തില്ല. ഒരുവനെ നിങ്ങൾ രക്തസാക്ഷിയാക്കി കഴിഞ്ഞാൽ ദൈവം അപ്പുറത്ത് 100 പേരെ എഴുന്നേൽപ്പിക്കും. അല്ലെങ്കിൽ ഇതാണ് ഈ പെന്തക്കോസ്തിന്റെ അനുഭവം. ഞങ്ങൾ ദൈവരാജ്യത്തെ കുറിച്ചാണ് പറയുന്നത്. അല്ലെങ്കിൽ ഞാനൊക്കെ ജീവിതത്തിൽ ഒരുപാട് പാപ സ്വഭാവത്തിൽ ജീവിച്ചയാളാണ്. പാപത്തിന് വശങ്കരനായി പോയവനാ. പാപത്താൽ നിറയപ്പെട്ട് പാപത്തിന്റെ മുമ്പിൽ അടിയറ പറഞ്ഞവനാ. എന്നാൽ കർത്താവിന്റെ ഹൃദയത്തിൽ വന്നപ്പോൾ ഞാൻ പോകുന്ന വഴി തെറ്റാണെന്ന് എനിക്ക് കർത്താവ് ബോധ്യപ്പെടുത്തി തന്നപ്പോഴാണ് ഞാൻ എന്റെ കഴിഞ്ഞകാല വഴികളെ മാറ്റിവെച്ചിട്ട് കർത്താവിന്റെ ഇഷ്ടം തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചു. ദൈവ ഇഷ്ടപ്രകാരം നിങ്ങൾ നടക്കേണ്ടത് വളരെ പ്രധാനമാണ് എന്ന് ഹല്ലേലൂയ നമുക്ക് കാണാൻ കഴിയുന്നു. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം വായിക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 21-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാ, എല്ലാ മതങ്ങളും പ്രാർത്ഥിക്കുന്നവരാ. എല്ലാവർക്കും ഓരോ മതത്തിന്റെ തീയറി അനുസരിച്ച് പ്രാർത്ഥനകളുണ്ട്. പക്ഷെ സത്യവേദപുസ്തകം പഠിപ്പിക്കുന്ന എന്താ? എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയുമായിട്ട് സംസാരിച്ചു. ചില നാളുകളെ സഹോദരി സംസാരിക്കുന്നു, പക്ഷെ ചെവിയിലേക്ക് കയറത്തില്ല, ഹൃദയത്തിലേക്ക് കയറത്തില്ല. ഞാൻ എന്ത് പറഞ്ഞാലും സഹോദരി പറഞ്ഞു, എനിക്ക് യേശുവിനെ വിശ്വാസമാണ്, എനിക്ക് ഈശ്വരനെ വിശ്വാസമാണ്, എനിക്ക് അള്ളാഹുവിനെ വിശ്വാസം. അവരെല്ലാ മതങ്ങളും വിശ്വസിക്കുന്ന പറയുന്നത്, എല്ലാ മതങ്ങളും വിശ്വസിക്കുന്ന, അവരെല്ലാ മതങ്ങളും വിശ്വസിക്കുന്ന. അവർക്ക് യഥാർത്ഥ വിശ്വാസം എന്താണെന്ന് അവർക്കും അറിയത്തില്ല. അവരിങ്ങനെ ചാടിക്കളിക്കുക, തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ചില ആളുകൾ അങ്ങനെയൊക്കെയാ. അവർക്ക് എല്ലാ മതവും വേണം, എല്ലാ മതത്തിന്റെ ഇഷ്ടം ആവശ്യമാണ്. അങ്ങനെയല്ല, മനുഷ്യൻ അങ്ങനെ ആകാനേ പാടില്ല. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെയാണ് നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ മരിക്കും. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു ന്യായവിധി ദൈവം വെച്ചിട്ടുണ്ട്. ആ ന്യായവിധിയിൽ നിങ്ങൾക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, ആമേൻ വചനം പറയുകയാണ്, സഹോദരനും സഹോദരി അമ്മയും എന്ന യേശുവിന്റെ ശിഷ്യന്മാരെ കുറിച്ച് ആമേൻ സ്തോത്രം. യേശുവിനോട് എനിക്ക് ശിഷ്യന്മാരും നിന്റെ അമ്മയും സഹോദരന്മാരും പുറത്തു നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ യേശു ചോദിച്ചു, എന്റെ അമ്മയും സഹോദരന്മാരും ആരാ? എന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് എന്നൊക്കെ യേശു പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ അനുഗ്രഹങ്ങളെയും മനസ്സിലെ വാച്യങ്ങളെയും കർത്താവിന് വേണ്ടി സമർപ്പിച്ച് നിങ്ങൾ കൊടുത്തിട്ട് കർത്താവിന്റെ ഇഷ്ടം ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാകണം. ഞാൻ വായിച്ച വചനത്തിലേക്ക് വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. എന്താണ് വായിച്ച വചനം എന്ന് പറയുന്നത്? ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 35-ാമത്തെ വാക്യം. അവൻ സർവ്വഭൂവാസികളെയും നാസ്തിയായി എണ്ണുന്നു,
സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു. അവന്റെ കൈ തടുപ്പാനോ നീ എന്ത് ചെയ്യുന്നുവെന്ന് അവനോട് ചോദിപ്പാനോ ആർക്കും കഴിയില്ല. അത് ഇന്നൊരവസരം ദൈവം നിനക്ക് തരിക. നിന്റെ കഴിഞ്ഞകാല ജീവിത പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മടങ്ങി വരുവാൻ ദൈവം നിന്നെ ഒരുക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവേ, അവിടുന്ന് എന്ത് ചെയ്യുന്നെന്നോ എന്ത് പ്രവർത്തിക്കുന്നു ചോദിക്കാനോ തടയാനോ കഴിയാത്ത വിധത്തിൽ ദൈവരാജ്യത്തിന്റെ മഹത്വത്തെ അവിടെ വെളിപ്പെടുത്തുമ്പോൾ ലോകത്തിലുള്ള സകല ജനങ്ങളും പാപത്തിൽ വീണാൻ കർത്താവേ, സാത്താന്റെ തന്ത്രങ്ങളുടെ വഴി വീണുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ കൂട്ടം ജനത്തിന് അതിൽ മോചനം കൊടുക്കാനായി യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒക്കെ ഒരു ബോധ്യം ഈ ജനത്തിനുള്ളിൽ ഉണ്ടാകണമേ. കഷ്ടതയും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന ലക്ഷോപലക്ഷം ജനങ്ങളുണ്ട്. ഈ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തി മടങ്ങി വരണമേ. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർത്തകളും രാജ്യവൃത്തരും വശനം യാചക റോഷണ ചോട്ട തടവറയിലായിരിക്കും രാജ്യരാഷ്ട്രത്തിലെ അടക്കമുള്ള എല്ലാ ഭരണ സംവിധാനങ്ങളും എല്ലാ മതനേതാക്കന്മാരെയും എല്ലാം നമ്മെ വിഭാഗത്തിൽപ്പെട്ട ജനത്തെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആര് ഈ കാലഘട്ടം നഷ്ടപ്പെട്ടു പോകാതെ കർത്താവ് വരെ ഏറ്റവും ആസനമായ ഈ കാലഘട്ടത്തിൽ മടങ്ങി വന്ന് മാനസാന്തരപ്പെടുവാൻ ഞങ്ങൾ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സകല മഹത്വം കേൾക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.